നമസ്കാരം. സക്സസ് പാത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് രേഖപ്പെടുത്തുക. ഇതിൽ ശരിയായത് സി ആണ്. 1, 2, 4 ശരി. ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം രചിച്ചു. ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം രചിച്ചു. വാഗ്ഭടാനന്ദനാണ് അഭിനവ കേരളം രചിച്ചത്. ഒന്നാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളെയും നേതൃത്വം നൽകിയവരെയും ചേരുംപടി ചേർക്കുക. ഇതിൽ ബി ആണ് ശരിയായിട്ടുള്ള ചേരുംപടി. കാൺപൂര് നാനാ സാഹിബ്, ബീഹാർ കൻവർ സിംഗ്, ഡൽഹി ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസി റാണി ലക്ഷ്മിഭായ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അറിയാവുന്ന ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. ഇതിൽ ഝാൻസി എടുക്കാം. ഝാൻസിയിൽ സമരത്തിന് നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിഭായ് ആണെന്നറിയാം. അപ്പോൾ ഈ ഒരു ഓപ്ഷൻസ് സെലക്ട് ചെയ്യുമ്പോൾ ബോൺസ്റ്റൺ ടീ പാർട്ടി, ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, പാരീസ് ഉടമ്പടി. ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്? ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം ഏത്? കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് ആണ് ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം. കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം. ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം പശ്ചിമ അസ്വസ്ഥത. പശ്ചിമ അസ്വസ്ഥതയാണ് ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം. ഇന്ത്യയിലെ പെട്രോളിയം ഉൽപാദനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? തന്നിരിക്കുന്നതിൽ എ ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഏറ്റവും വലിയ എണ്ണപ്പാടം ജാരിയ ആണ് എന്നുള്ളത്. ഇന്ത്യയിലെ പെട്രോളിയം ഉൽപാദനത്തിൽ ഏറ്റവും വലിയ എണ്ണപ്പാടം ജാരിയ ആണ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത തന്നിരിക്കുന്നവയിൽ ഏതാണ്? ദേശീയ ജലപാത 3. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതയാണ് ദേശീയ ജലപാത 3. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ. പാലക്കാടും ഇടുക്കിയും. തന്നിരിക്കുന്നവയിൽ പാലക്കാടും ഇടുക്കിയുമാണ് കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ. 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഫിൻലാൻഡ്. ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയുമായി സംയോജിപ്പിക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. ആഗോളവൽക്കരണം എന്ന് പറയുന്നു. ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയുമായി സംയോജിപ്പിക്കുന്നതിനെ ആഗോളവൽക്കരണം എന്ന് പറയുന്നു. രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയതാണ്? PC മഹലനോബിസ്. PC മഹലനോബിസിന്റെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി കൊണ്ടുവന്നത്. 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്. മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്ന പേരുകളിൽ അറിയപ്പെടുന്നത് പെട്രോളിയമാണ്. പെട്രോളിയമാണ് മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം ഏത്? സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം സെബി. സെബി ആണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം. ഇന്ത്യയിൽ ലോകബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രോജക്റ്റ് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഇന്ത്യയിൽ ലോകബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രോജക്റ്റ് സ്കൂൾ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയിൽ ലോകബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രോജക്റ്റ് സ്കൂൾ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ഡാഷിന്റെ ലക്ഷ്യം. ലൈഫ് മിഷൻ പദ്ധതിയുടെ ലക്ഷ്യം. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ലൈഫ് മിഷൻ പദ്ധതിയുടെ ലക്ഷ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ
അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വച്ചത് ഏത് കേസിലാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വച്ചത് കേശവാനന്ദ ഭാരതി കേസ്. കേശവാനന്ദ ഭാരതി കേസിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വച്ചത്. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി പി.കെ. തുംഗൻ കമ്മിറ്റി. പി.കെ. തുംഗൻ കമ്മിറ്റിയാണ് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി. ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത്? ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത്? അതിർത്തി നിർണയ കമ്മീഷൻ. അതിർത്തി നിർണയ കമ്മീഷനാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി? ഗവർണർ. ഗവർണർ പദവിയാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി. ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത്? ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത്? മഹാരാഷ്ട്ര, കർണാടകം, ബീഹാർ. മഹാരാഷ്ട്ര, കർണാടക, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത്. തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ ഹെയർ വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്. ഏത് കൃതിയിലാണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചത്? തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ അല്ലെങ്കിൽ ഹെയർ വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്. ഏത് കൃതിയിലാണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചത്? ദി ഇലക്ഷൻ ഓഫ് റെപ്രസെന്റേറ്റീവ്. ദ ഇലക്ഷൻ ഓഫ് റെപ്രസെന്റേറ്റീവ് എന്ന കൃതിയിലാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ അല്ലെങ്കിൽ ഹെയർ വ്യവസ്ഥ അവതരിപ്പിച്ചത്. തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഈ കൃതിയുടെ എഴുത്തുകാരൻ. നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത്? നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2023 സെപ്റ്റംബർ 28-നാണ്. 2023 സെപ്റ്റംബർ 28-നാണ് നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത്. ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല? ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല? CISF. CISF സൈനിക വിഭാഗത്തിനാണ് ഇന്ത്യയിലെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി. നവജീവൻ. നവജീവൻ പദ്ധതി കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ്. അയ്യൻകാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത്? അയ്യൻകാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത്? 22 രൂപ. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം 22 രൂപയാണ് വർദ്ധിപ്പിച്ചത്. താഴെ കൊടുത്തിരിക്കുന്ന ഏതു പ്രസ്ഥാനവുമായി ശ്രീ കുമാരഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നു? ശ്രീ കുമാരഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്ഥാനം പ്രത്യക്ഷരക്ഷാ ദൈവസഭ. പ്രത്യക്ഷരക്ഷാ ദൈവസഭ എന്ന പ്രസ്ഥാനം ശ്രീ കുമാരഗുരുദേവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗാന്ധിജിയും അരാജകത്വവും ഗാന്ധി ആൻഡ് അനാർക്കി എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര്? ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ചേറ്റൂർ ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായരാണ് ഗാന്ധിജിയും അരാജകത്വവും ഗാന്ധി ആൻഡ് അനാർക്കി എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ്. 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം. 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ്? ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 243H പ്രകാരമാണ്. ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ
അനുച്ഛേദം 243H പ്രകാരമാണ്. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏത്? 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ആരോഗ്യ കിരണം. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം. പെരിയാർ കടുവ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഏതൊക്കെ ജില്ലകളിലായിട്ടാണ്? പെരിയാർ കടുവ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലായിട്ടാണ്. പെരിയാർ കടുവ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലായിട്ടാണ്. രോഗത്തിന്റെ പേരും അതിന്റെ കാരണവും താഴെ തന്നിരിക്കുന്നതിൽ ശരിയായവ ഏതൊക്കെ? ഇതില് നിശാന്തത വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് റോഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുത്തുന്നു. നിശാന്തത വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് റോഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുത്തുന്നു. ഇത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹമാണ് ഇരുമ്പ്. മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹമാണ് ഇരുമ്പ്. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏത്? എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ലെപ്റ്റോസ്പൈറയാണ് എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി. ലോക ആരോഗ്യ ദിനം 2024 പ്രമേയം തീം ഏതാണ്? ലോക ആരോഗ്യ ദിനം 2024 പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ് ലോക ആരോഗ്യ ദിനം 2024 പ്രമേയം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗങ്ങൾ ഏവ? തന്നിരിക്കുന്നവയിൽ 1ഉം 2ഉമാണ് ജീവിതശൈലി രോഗങ്ങൾ. എംഫീസീമയും ഫാറ്റി ലിവറുമാണ് തന്നിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗങ്ങൾ. വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി 2020 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ്? വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി 2020 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് BSVI എമിഷൻ സ്റ്റാൻഡേർഡ് ആണ് വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി 2020 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി കുറയുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് തന്നിരിക്കുന്നതിൽ സി ആണ് ശരിയായിട്ടുള്ളത്. പ്രവൃത്തി പവർ ഇൻറ്റു സമയം, W=P/T. ഡിജിഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ്? ഡിജിഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് അമേരിക്ക. ഡിജിഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് അമേരിക്കയാണ്. 50 kg മാസുള്ള ഒരു കല്ലും 4.5 kg മാസുള്ള ഒരു കല്ലും 25 മീറ്റർ പൊക്കമുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ഒരുമിച്ച് താഴേക്കിടുന്നു. ഏത് കല്ലായിരിക്കും ആദ്യം താഴെ എത്തുക? വായുവിന്റെ പ്രതിരോധം അവഗണിക്കുക. വായുവിന്റെ പ്രതിരോധം അവഗണിച്ചിട്ടാണെങ്കിൽ രണ്ട് ഒരുമിച്ചായിരിക്കും എത്തുക. വായുവിന്റെ പ്രതിരോധം അവഗണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പേസിലുള്ള അല്ലെങ്കിൽ വായു ഇല്ലാത്ത ഒരവസ്ഥ ഓർത്താൽ മതി. അങ്ങനെയാണെങ്കിൽ രണ്ട് ഡിഫറെന്റ് വെയിറ്റ് ഉള്ള വസ്തുക്കൾ നമ്മൾ പൊക്കത്തിന് താഴെ ഇടുകയാണെങ്കിൽ രണ്ട് ഒരുമിച്ച് വീഴുള്ളൂ. 50 kg മാസുള്ള ഒരു കല്ലും 4.5 kg മാസുള്ള ഒരു കല്ലും 25 മീറ്റർ പൊക്കമുള്ള കെട്ടിടത്തിന് ഒരുമിച്ച് താഴോട്ടിട്ടാൽ രണ്ടും ഒരുമിച്ചായിരിക്കും വീഴുക. വായുവിന്റെ പ്രതിരോധം അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ. ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത് ആരാണ്? ഋതു കരിതാൾ ആണ് ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത്. ആനോഡൈസിംഗ് എന്ന പ്രക്രിയ ഏത് ലോഹ സംരക്ഷണത്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്? അലൂമിനിയത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ആനോഡൈസിംഗ് എന്ന പ്രക്രിയ പ്രധാനമായും ഉപയോഗിക്കുന്നത്. താഴെ പറയുന്നവയിൽ ഏത് pH മൂല്യത്തിലാണ് കാൽഷ്യം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് നാശത്തിന് വിധേയമാകുന്നത്? തന്നിരിക്കുന്നതിൽ ഏത് pH മൂല്യത്തിലാണ് കാൽഷ്യം ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് നാശത്തിന് വിധേയമാകുന്നത്? pH 5.5 മൂല്യത്തിൽ കാൽഷ്യം ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് നാശത്തിന് വിധേയമാകുന്നു. ആവർത്തന പട്ടികയിൽ ഇടത്തുനിന്നും വലത്തുവശത്തേക്ക് പോകുമ്പോൾ മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുന്നു എന്നുള്ളതാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ മൂലകങ്ങളുടെ അലോഹ സ്വഭാവം കൂടുന്നു,
വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നു. മൂലകങ്ങളുടെ ഓക്സൈഡുകളുടെ അമ്ല സ്വഭാവം കൂടുന്നു. ആവർത്തന പട്ടികയിൽ ഇടത്തുനിന്നും വലതുവശത്തേക്ക് പോകുമ്പോൾ മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ, മൂലകങ്ങളുടെ അലോഹ സ്വഭാവം കൂടുന്നു. വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നു. മൂലകങ്ങളുടെ ഓക്സൈഡുകളുടെ അമ്ല സ്വഭാവം കൂടുന്നു. ഓക്സിജൻ മൂലകത്തിന്റെ രൂപാന്തരങ്ങൾ ഏവ? തന്നിരിക്കുന്നവയിൽ O2, O3 ആൻഡ് O4. ഓക്സിജൻ മൂലകത്തിന്റെ രൂപാന്തരങ്ങൾ O2, O3, O4. O2, O3, O4 ആണ് ഓക്സിജൻ മൂലകത്തിന്റെ രൂപാന്തരങ്ങൾ. ബിയിൽ മാത്രമാണ് ശരിയായിട്ട് വന്നിട്ടുള്ളത്. വേറെ ഒന്നിന്റെ ആൻസർ അറിയത്തില്ലെങ്കിലും നമുക്ക് ഈ ഓപ്ഷൻ ബി സെലക്ട് ചെയ്യാവുന്നതാണ്. കാൺപൂരിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നേതൃത്വം നൽകിയത് നാനാ സാഹിബ്, ബീഹാറിൽ കൻവർ സിംഗ്, ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു. ലാഹോർ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായ സംഭവങ്ങളാണ് ഇതൊക്കെ. ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു. ചൈനയെ ആധുനീകരിക്കാൻ സൻയാത് സെൻ മുന്നോട്ട് വച്ച ആശയങ്ങൾ. തന്നിരിക്കുന്നതിൽ എല്ലാം ശരിയാണ്. ചൈനയെ ആധുനീകരിക്കാൻ സൻയാത് സെൻ മുന്നോട്ട് വച്ച ആശയങ്ങൾ ഏതൊക്കെയാണ്? മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക, ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക, മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക. ചൈനയെ ആധുനീകരിക്കാൻ സൻയാത് സെൻ മുന്നോട്ട് വച്ച ആശയങ്ങളാണ് മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക, ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക, മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണനാക്രമത്തിൽ രേഖപ്പെടുത്തുക. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ബോസ്റ്റൺ ടീ പാർട്ടി, ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, പാരീസ് ഉടമ്പടി.